പ്രീലോഡ് മീഡിയ എന്ന ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന മറ്റൊരു പുതിയ സെഗ്മെന്റാണ് വേൾഡ് മൂവീസ്. നമ്മൾ നോർമലായിട്ട് അന്യഭാഷാ ചിത്രങ്ങൾ അല്ലെങ്കിൽ നോൺ ഇന്ത്യൻ സിനിമകളായിരുന്നു പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിലും ഹോളിവുഡ് സിനിമകളായിരുന്നു കൂടുതൽ. പക്ഷേ ഈ ഒരു വേൾഡ് മൂവീസ് എന്ന സെഗ്മെന്റിലൂടെ ഹോളിവുഡിൽ നിന്ന് അല്ലാത്ത ബാക്കിയുള്ള കുറേ ഭാഷകളുടെ സിനിമകളുണ്ട്. ഇപ്പോൾ കൊറിയൻ ഉണ്ട്, ചൈനീസ് ഉണ്ട്, ജാപ്പനീസ്, തായ്ലൻഡ്, പോളിഷ്, ഐറിഷ്, പിന്നെ സ്പാനിഷ് എന്നിങ്ങനെ ഒരുപാട് ഭാഷയിലുള്ള മറ്റ് മികച്ച സിനിമകളൊക്കെ ഉണ്ട്. അത്തരം സിനിമകളെ ചുരുക്കം ഓരോന്നോരോന്നായിട്ട് നിങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഈ വേൾഡ് മൂവീസിൻ്റെ ലക്ഷ്യം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വേൾഡ് മൂവീസ് നമ്മൾ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുന്നത് ഒരു തായ്ലാൻഡീസ് അല്ലെങ്കിൽ തായ്ലൻഡ് ഭാഷയിലുള്ള ചിത്രമാണ് ബാഡ് ജീനിയസ് എന്നത്. ഒരു നോർമലായിട്ട് നമ്മൾ കാണാറുള്ള ഒരു ചെറിയ കോൺസെപ്റ്റ്, അതായത് കോപ്പിയടി എന്നൊരു ചെറിയ കോൺസെപ്റ്റിനെ എടുത്തിട്ട് വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ബാഡ് ജീനിയസ് എന്ന് പറയാം. പക്ഷെ ആദ്യം തന്നെ പറയാം, ഇത് അനുകരിക്കേണ്ട സിനിമയല്ല, എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കൊണ്ട് മാത്രം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ള സിനിമയാണ്. ഈ സിനിമ കണ്ട് നിങ്ങൾ ആരും കോപ്പി അടിക്കരുത് എന്ന് ഞാൻ ആദ്യമേ പറയാം. സ്കൂൾ ലൈഫിലുള്ളൊരു ചീറ്റിംഗ് അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലുള്ളൊരു ചീറ്റിംഗ്, അതുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വെറുതെ തട്ടിക്കൂട്ടിയ സ്ക്രിപ്റ്റ് അല്ല, ഇത് യഥാർത്ഥ കുറച്ച് സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറയാം. ഇപ്പോൾ ഈ SAT ഉണ്ട്, ഈ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റുകളിലൊക്കെ തന്നെ നടത്തിയിട്ടുള്ള പല കാലങ്ങളായിട്ട് പലരും നടത്തിയിട്ടുള്ള പല ടൈപ്പിലുള്ള ചീറ്റിങ്ങും കോപ്പിഡേഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പോകുന്നതെന്ന് പറയാം. ലിൻ എന്നൊരു പെൺകുട്ടി, എക്കണോമിക്കലി കുറച്ച് ബാക്ക്വേർഡായ ഒരു പെൺകുട്ടിയാണ് ഈ ലിൻ. പക്ഷേ തൻ്റെ ജീനിയസായ അല്ലെങ്കിൽ തൻ്റെ കഴിവ് കൊണ്ട്, വളരെ ജീനിയസ് ആയ ഒരു കഥാപാത്രമാണ്. അപ്പോൾ തൻ്റെ കഴിവ് കൊണ്ട് ഈ ഒരു പെൺകുട്ടി സ്കോളർഷിപ്പ് എല്ലാം പാസ്സായി നല്ലൊരു കോളേജിൽ അല്ലെങ്കിൽ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നു. അപ്പോൾ അവിടെ എത്തിപ്പെട്ട ഈ ലിൻ എന്ന പെൺകുട്ടി ഗ്രേസ് എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയായിട്ട് ഫ്രണ്ട് ആവുകയും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനിടയിൽ മനസ്സിലാക്കുന്നത് ഗ്രേസ് എന്ന ഈ ഒരു പെൺകുട്ടിക്കാകട്ടെ തീരെ പഠിക്കാത്ത അല്ലെങ്കിൽ പഠിക്കാൻ മടിയൊക്കെ ഉള്ള ഉഴപ്പി നടക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ഫ്രണ്ടായിട്ട് ലിന്നിന് കിട്ടിയപ്പോൾ ഈ ലിൻ എന്ന കഥാപാത്രം, ജീനിയസ് ആയിട്ടുള്ള ഈ ലിൻ എന്ന കഥാപാത്രം ഈ ഒരു ഗ്രേസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കുകയും കോപ്പിക്കാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചെറിയ തോതിലൊക്കെയാണ് ആദ്യമൊക്കെ കോപ്പി ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ ജസ്റ്റ് റബ്ബറിൽ എഴുതി കൊടുക്കുകയും ഷൂവിൽ എഴുതി കൊടുക്കുക, അങ്ങനത്തെ പേപ്പർ കൊടുക്കുക, അങ്ങനത്തെ നോർമലായിട്ടുള്ള നമ്മൾ ചെയ്തതും കണ്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പല കോപ്പിയടി. പക്ഷേ അതിനെ വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട് ഈ ഗ്രേസ് എന്ന കഥാപാത്രം തൻ്റെ ബോയ് ഫ്രണ്ടിന് ഈ ലിന്നിനെ പരിചയപ്പെടുത്തുമ്പോൾ. ഇപ്പോൾ ഈ ബോയ് ഫ്രണ്ട് ആവട്ടെ പൈസയ്ക്ക് വേണ്ടിയിട്ട്, ലിന്നാണെങ്കിൽ സാമ്പത്തികമായി താഴോട്ടാണ്, ഇവർക്ക് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നും കുറേ പൈസ ഉണ്ടാക്കാം, സൈഡ് ബിസിനസ് ആയിട്ട് തന്നെ കൊണ്ടു നടക്കാം എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഇവർ പോകുമ്പോൾ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് എടുത്തു കാണിക്കുന്ന സിനിമയാണ് ഈ നമ്മുടെ ബാഡ് ജീനിയസ് എന്ന് പറയാം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജീനിയസ് ആണ് ഈ പെൺകുട്ടി, പക്ഷേ ബാഡ് ജീനിയസ് ആ ഒരു തരത്തിലാണ്, അല്ലെങ്കിൽ ടൈറ്റിൽ ഡിഫൈനിങ് തന്നെയാണ് ഈ സിനിമയുടെ കഥ. പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ ഒരു കോപ്പിയടി, കുറച്ച് കുട്ടികൾ ഇരുന്ന് കോപ്പി അടിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കാര്യം ചെറിയ കാര്യം തന്നെയാണ് നമുക്ക് പറയുമ്പോൾ, കഥ പറയുമ്പോൾ, പക്ഷെ അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന വിധമാണ് സിനിമയെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ രണ്ടുപേരിരുന്ന് കോപ്പി അടിക്കുന്നുണ്ട്, അവർക്കുണ്ടാകുന്ന ടെൻഷൻ പ്രേക്ഷകർക്ക് അതേപോലെ ഗ്രാസ്പ് ചെയ്യാൻ കണ്ടു കഴിയുമ്പോൾ ആ രീതിയിലാണ് സിനിമ മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസൈൻ, അതിൻ്റെ ഒരു ക്യാമറ ആംഗിൾസ് എല്ലാം തന്നെ നമ്മൾ ഇതുവരെയും കേൾക്കാത്ത കാണാത്ത തരത്തിലുള്ള പുതിയൊരു എക്സ്പീരിയൻസ് നൽകുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു എക്സാം ഹാളിലിരുന്ന് കോപ്പി അടിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസ് അല്ല ഈ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളടക്കം അതേപോലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇപ്പോൾ ക്ലോക്കിലെ ടിക് ടിക് സൗണ്ട് മുതൽ ഇവരുടെ എന്താ പറയുക ശ്വാസം വിടുന്ന സൗണ്ട് അടക്കം നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയധികം ടെൻഷനായിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവർക്ക് ഇത് ചെയ്തേ സാധിക്കൂ. ആ ചെയ്യുന്ന പല ടെക്നിക്കുകൾ അതെങ്ങനെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ കാണിക്കാം, ഓരോന്നിനും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങൾ, ഇതിൻ്റെ വേറെ തലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇവർ ചെയ്യുന്ന ശ്രമങ്ങളൊക്കെ തന്നെയാണ് സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോകുന്നത്. ഏത് തരത്തിൽ കോപ്പി അടിക്കുക എന്നുള്ളതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അത് കണ്ടു തന്നെ അനുഭവിക്കുക. അപ്പോൾ ഈ ചെറിയൊരു കോൺസെപ്റ്റിനടുത്ത് വളരെ മികച്ച രീതിയിലുള്ള സിനിമയാക്കി മാറ്റിയത് കൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം വളരെ നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, എന്നാൽ ഒരു ക്രൈം ത്രില്ലർ സ്വഭാവം, എന്നാൽ അത്രയധികം റോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണാറുള്ള ക്രൈം ത്രില്ലറിൻ്റെ പോലെ അത്ര 18+ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഈ സിനിമയിൽ കാണിക്കുന്നത്. വളരെ സ്കൂൾ കുട്ടികൾക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമയൊക്കെ തന്നെയാണ് ഈ നമ്മുടെ ബാഡ് ജീനിയസ് എന്ന് പറയാം. അപ്പോൾ ഈ സിനിമയെ ബേസ് ചെയ്തിട്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കഥയെ ബേസ് ചെയ്തിട്ടാണ് ഒരു TV സീരീസ് 2020 പുറത്തിറങ്ങിയിരുന്നു. ഒരു TV മിനി സീരീസ് ആയിരുന്നു ഇതേ പേരിൽ ബാഡ് ജീനിയസ് എന്ന് പറഞ്ഞിട്ട്. അതിനെക്കുറിച്ചെല്ലാം ഞാനിവിടെ പറഞ്ഞു, ഞാനത് കണ്ടിട്ടുമില്ല. 2017 പുറത്തിറങ്ങിയ തായ്ലൻഡീസ് ചിത്രമായ ബാഡ് ജീനിയസ് എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിച്ചത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു പോകുക, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു ഇതേപോലത്തെ വേറെ ഭാഷയിലുള്ള സിനിമയായിട്ട് വേൾഡ് മൂവീസിൽ പിന്നീടും വരാം. നന്ദി.